ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കൊന്നൊരു ചെറിയ വ്ലോഗ് ഉണ്ടല്ലോ. ഇന്ന് സദ്യ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ സദ്യക്ക് ഇല പറിക്കാനായിട്ട് വാഴക്കൂട്ടങ്ങളുടെ ഇടയിൽ ചെന്ന് ചൊറിയണത്തിൻ്റെ കടിയും കൊട്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു വഴുതളങ്ങ കിട്ടി. അത് തൊട്ടപ്പോഴേ തറയുള്ളൂ. പിന്നെ ഒരു പുളിഞ്ചി കിട്ടി. അതപ്പം തന്നെ പറിച്ചെടുത്തു. അത് കേടായല്ല കേട്ടോ, അങ്ങനെ വരുന്നതാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ പിന്നെ ആ പുളിഞ്ചിക്ക് എടുത്ത് കടിച്ച് ഷോ കാണിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും മുമ്പിൽ അത് കടിച്ച് ഷോ കാണിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുമായിരുന്നു ഞാൻ. പുളിഞ്ചിക്ക് തറയപ്പോയി ഒടുക്കത്തെ പുളിയായിരുന്നു എൻ്റെ പൊന്നേ. എനിക്കറിയാൻ വയ്യ, ഭയങ്കര പുളിയായിരുന്നു. പിന്നെ അങ്ങ് മേലെ നിൽക്കുന്ന വാഴയില ഇവിടെ നിന്ന് പറിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയോ പറിച്ച് കണ്ണും തൊണ്ട വെട്ടി താഴേക്ക് കളഞ്ഞു. അങ്ങ് കിടപ്പുണ്ട്. പിന്നെ അത് പോയി കഴുകിയൊക്കെ എടുത്ത് കുശാലായിട്ട് സദ്യ കഴിച്ചു. ശുഭം. അത് കഴിഞ്ഞ് കാര്യമായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി വന്നു. കാര്യമായിട്ട് പോകാമെന്ന് വിചാരിച്ച് ഒരുങ്ങി വന്നു. ഒരു ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ അതെടുക്കാനുള്ള പരിപാടിയായിട്ട് ഒരുങ്ങിയൊക്കെ വന്നു. ഓട്ടോ വിളിച്ചു. അപ്പം തന്നെ ഓട്ടോ വന്നു. പെട്ടെന്ന് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോയിൽ സൈഡ് സീറ്റ് പിടിച്ച് ഞാൻ കയറിയിരുന്നു. കാഴ്ചകൾ കാണാനാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ നോക്കിയപ്പോഴേക്കും വെള്ള മതിലുകൾ മാത്രം. അത് കണ്ട് എൻ്റെ കുഞ്ഞു ഹൃദയം തകർന്നു പോയി ഗൈസ്. അങ്ങനെ ഇതാണ് ഗൈസ് നാനിൻ്റെ സ്കൂൾ. ഇതല്ല കേട്ടോ, ഇതിനകത്തുള്ളതാണ് നാനിൻ്റെ സ്കൂൾ. ഗവൺമെൻറ് LP സ്കൂൾ മാത്ത്. വേറൊരു ദിവസം വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. അടിപൊളി സ്കൂളാണ്. ഞാനും ഇവിടെ തന്നെ ആയിട്ട് പഠിച്ചത്. ഇവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ അമ്മ പറഞ്ഞു ഇന്ന് എന്താണെന്നറിയില്ല, ഓണമൊക്കെ ആണല്ലോ, അതുകൊണ്ട് റോട്ടിൽ നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒന്നും കാണാനില്ലായിരുന്നു, ഒരു തിരക്കില്ലായിരുന്നു. പക്ഷേ കടലിലൊക്കെ നല്ല ആളായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഞാൻ ഒരു ഡയറി മിൽക്ക് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഡയറി മിൽക്ക് കൊള്ളാത്തത് കൊണ്ടല്ല ഈ എക്സ്പ്രഷൻ. ഫ്രിഡ്ജിൽ ഇരുന്ന് തണുത്ത് മരവിച്ച ഡയറി മിൽക്കാണ് ഞാൻ എടുത്ത് വായിൻ്റെ അകത്തിട്ടത്. അപ്പോൾ അത് തണുത്ത് മരവിച്ച് പല്ലെല്ലാം കൂടെ മരവിച്ച് പോയി. വന്നപ്പോഴേക്കും ഒരു പിസ്സയും വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ബൈ ബൈ.